നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുമായിട്ട് നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുക. ഈ 2 ദിവസം ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയാണ്. ഈ 2 ദിവസം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. വിവിധ ക്ലാസ്സുകളിലൂടെ അറിവിന്റെ, ജ്ഞാനത്തിന്റെ ഒരു ശുദ്ധീകരണം നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുക. അതുപോലെ ഫാം വിസിറ്റിലൂടെ പ്രകൃതിയുമായി അടുത്തിടപഴകി മനസ്സിന്റെ ഒരു വലിയ ശുദ്ധീകരണം അവിടെയും നടക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിലും പ്രധാനമായിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കണ്ണിന്റെ ശുദ്ധീകരണം. എന്തായാലും കാരണം അറിയുമോ? കണ്ണിന്റെ ശുദ്ധീകരണം 2 ദിവസം നടക്കുകയാണ്. കാരണം നിങ്ങളുടെ അച്ഛനേക്കാളും അമ്മയേക്കാളും മറ്റെന്തിനേക്കാളും എപ്പോഴും നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാധനം ഈ 2 ദിവസം നമ്മളിവിടെ മാറ്റി വെക്കുക, മൊബൈൽ എന്ന സാധനം. അപ്പൊ കണ്ണിന്റെ ശുദ്ധീകരണം, അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ ശുദ്ധീകരണം ഈ 2 ദിവസം കൊണ്ട് ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പാലക്കാട് താലൂക്ക് യൂണിയന്റെ ഒരു പ്രൗഡ് പ്രോഗ്രാം എന്ന് തന്നെ ഈ പ്രഭാതത്തെ ഞങ്ങൾ വിശേഷിപ്പിക്കുക. കാരണം കഴിഞ്ഞ തവണ പങ്കെടുത്ത 84 കുട്ടികളുടെ ഫീഡ്ബാക്ക്, അവരുടെ രക്ഷാകർത്താക്കളുടെ ഫീഡ്ബാക്ക്, അവരുടെ കരയോഗങ്ങളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്, അതാണ് വീണ്ടും വലിയൊരു തുക ചെലവുള്ള ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യാൻ താലൂക്ക് തയ്യാറായി. വളരെ അച്ചടക്കത്തോടു കൂടി എല്ലാവരും ഉണ്ടാകണം. അത്യാവശ്യം കുടുംബ കുസൃതിയൊക്കെ ആകാം, വേണം, അതിലേക്ക് രസമില്ല. എന്താ കണക്ക്? കാരണം ഇവിടെ 85 പേര് വന്നിട്ടുണ്ട്. 85 പേർക്ക് അപ്പോൾ ഓരോ ഫ്രണ്ട്സ് പറഞ്ഞാൽ ഓരോരുത്തർക്കും 85 ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഈ ക്യാമ്പസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 85 സുഹൃത്തുക്കൾ നിർബന്ധമായും ഉണ്ടായിരുന്നു. ആ ബന്ധം നിലനിർത്താൻ ഡെവലപ്പ് ചെയ്യണം. അത് നാളെ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് തുടങ്ങുക. പിന്നെ ഒരു ഹെൽത്തി കോമ്പിനേഷൻ വേണം. അപ്പൊ പ്രഭാവതം എന്ന് പറയുമ്പോ ജയ് പറയാ, ജയ് പറയുമ്പോ പ്രഭാവതം പറയാ, അല്ലെ? ജയ് 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 പ്രഭാവതം, പ്രഭാവതം ജയ്. അഞ്ച് മിനിറ്റ് ഫ്രീ ആയിട്ട് പോണെങ്കിൽ പോവാം. പ്രഭാപദം 2026 ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കരയോഗങ്ങളിലെ കുട്ടികൾക്കായി ധോണി ലീഡ് കോളേജിൽ നടത്തുന്ന ദ്വിദിന സഹവാസ പഠന ക്യാമ്പ് പ്രഭാപദം 2026 താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് J ബേബി ശ്രീകല എന്നിവർ പ്രസംഗിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും വിവിധ ആക്ടിവിറ്റീസും ഫാം വിസിറ്റും ഒരുക്കിയിട്ടുണ്ടെന്ന് താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ അറിയിച്ചു. വളരെ സന്തോഷത്തോടുകൂടിയും വളരെ ഊർജ്ജസ്വലതയോടുകൂടിയാണ് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തത്. ആദ്യ ദിവസം തന്നെ വളരെ സന്തോഷപൂർവ്വം അവർ ക്യാമ്പിൽ പങ്കെടുത്തു എന്ന് സംഘാടകർ അറിയിച്ചു. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.